മഞ്ഞും ചൂടും മഴയുമെല്ലാം ഇടകലർന്ന കാലാവസ്ഥ. പ്രതിരോധശേഷിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ പനി പടരും. ഇടവിട്ടുള്ള മഴ കൊതുകുജന്യ രോഗങ്ങൾ വ്യാപിക്കാൻ കാരണമാണ്. വേനൽ മഴയും തുടർന്ന് കാലവർഷവും വരുന്നതോടെ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലേറിയ, സിക്ക തുടങ്ങിയ രോഗങ്ങൾ വ്യാപിക്കും. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നതിനാൽ ചുമയും ശ്വാസതടസ്സവും ആശങ്കയാണ്. വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ പാത്രങ്ങളിലും ചിരട്ടകളിലും ഒക്കെ കണ്ടെയ്നേഴ്സിൽ വേനൽ മഴ പെയ്യുമ്പം അത് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ മഴയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഈ പ്രത്യേകിച്ചും നിലവിലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക പ്രതിരോധം, അതായത് നമ്മൾ വീട്ടുകാർ തന്നെ നോക്കണം. രാവിലെ തണുപ്പ്, ഉച്ചയ്ക്ക് ചൂട്, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ. മഞ്ഞുള്ള സമയത്ത് കഴിവതും പുറത്തിറങ്ങരുത്. ഇനിയിപ്പോൾ പുറത്തിറങ്ങണമെന്നിരിക്കട്ടെ, തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ചെവിയിലൊന്നും തണുപ്പടിക്കാത്ത രീതിയിൽ സുരക്ഷിതമായി വേണം പുറത്തേക്കിറങ്ങാൻ. ഉച്ചയ്ക്കുള്ള വെയിൽ കൊള്ളരുത്. ചൂടിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഒരു കാരണവശാലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. നിർജ്ജലീകരണം വില്ലനാകരുത്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നർത്ഥം. ഒരാഴ്ചക്കിടെ 25,000-ഓളം പേരാണ് വൈറൽ പനി ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സ തേടിയത്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകൾ വളരെയധികം ശ്രദ്ധിക്കണം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പേർ പ്രതിദിനം പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഡെങ്കിപ്പനി ബാധിതരും വർദ്ധിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണവും കൊതുകിന്റെ ഉറവിട നശീകരണവും ഉറപ്പായും നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.